സ്വർണ്ണപ്പാളി വിവാദത്തിന് പിന്നിൽ ഗൂഢാലോചനയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹായിച്ചവർ ഉൾപ്പെടെ പുറത്തുവരും. അയ്യപ്പ സംഗമം നടക്കരുത് എന്ന് ആഗ്രഹിച്ചവർ ഉൾപ്പെടെ ഇതിന് പിന്നിലുണ്ടാകാമെന്നും മുഖ്യമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. കുറ്റവാളികൾ ആരായാലും ശിക്ഷിക്കപ്പെടുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ വെളിപ്പെടുത്തലാണ് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ തുടക്കമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കാണാതായ സ്വർണ്ണപീഠം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ആരോപണങ്ങൾക്കും വെളിപ്പെടുത്തലുകൾക്കും പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അയ്യപ്പ സംഗമം നടക്കരുതെന്ന് വിചാരിച്ച ആളുകൾ ഇതിന് പിന്നിലുണ്ടാകാമെന്ന് മുഖ്യമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു. നിർബന്ധമായും ഈ പറയുന്ന ഏതെങ്കിലും കുറ്റവാളികളുണ്ടെങ്കിൽ അവരെല്ലാം ആ നിയമത്തിന്റെ കരങ്ങളിൽ പെടുമെന്നത് സംശയിക്കേണ്ട കാര്യമില്ല. ശബരിമല വിഷയത്തിൽ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും തക്കതായ ശിക്ഷ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ഹൈക്കോടതിയും സർക്കാരും ഒരേ ദിശയിലാണ് മുന്നോട്ടു പോകുന്നത്. ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചകളുണ്ടായതായി കണ്ടെത്തിയിട്ടില്ല. ഗവൺമെന്റും ഹൈക്കോടതിയും രണ്ടു ഭാഗത്തല്ല, ഒരേ കാഴ്ചപ്പാടേയുള്ളൂ. ഇതൊരു കുറ്റം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ചെയ്തവര് നിയമത്തിന്റെ കരങ്ങളിൽ എത്തിപ്പെടണം. ആവശ്യമായ ശിക്ഷ അവർക്ക് ഉറപ്പാക്കണം. ഇതാണ് ഗവൺമെന്റ് കാണുന്ന കാര്യം. ആ വഴിക്ക് കാര്യങ്ങൾ നീക്കിക്കൊണ്ടു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തുനിന്ന് സഹായിച്ചവർ ഉൾപ്പെടെ പുറത്തുവരുമെന്നും എന്താണോ ക്രമക്കേടുണ്ടായത് അതേ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ടു പോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിമർശനങ്ങളും വിവാദങ്ങളും ശക്തമായി ദിവസങ്ങൾക്കു ശേഷമാണ് ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇത്തരം നിലപാട് വന്നിട്ടുള്ളത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.